പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു അധ്യായം കേൾക്കാം. തൃശൂർ അതിരൂപതയുടെ അപ്പസ്തോലിക പാരമ്പര്യം. റവറൻഡ് ഡോക്ടർ ഡെമിൻ തറയിൽ. മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലമായ പാലയൂർ AD 52 കൊടുങ്ങല്ലൂരിൽ അഥവാ മുസിരീസിൽ കപ്പലിറങ്ങിയ തോമാ ശ്ലീഹ തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത് പാലയൂരിൽ നിന്നാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പഴയ പാരമ്പര്യങ്ങളിൽ എല്ലാം പറയുന്ന വെള്ളം മുകളിലേക്കെറിഞ്ഞ അത്ഭുതവും തുടർന്നു നടന്ന ജ്ഞാനസ്നാനവും പാലയൂരിൽ തെളിയിച്ച ഈ വിശ്വാസദീപമാണ് 7 പള്ളികളിലൂടെ പടർന്നു പന്തലിച്ച് കേരളത്തിലെങ്ങും വ്യാപിച്ചത്. ക്രിസ്തുമത ചരിത്രത്തിലെ ഏറ്റവും പൗരാണികമായ അപ്പസ്തോലിക സമൂഹങ്ങളിൽ ഒന്നായ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ആഗോള സഭയിൽ സ്വയം ഭരണാധികാരമുള്ള ഒരു സഭ എന്ന സ്ഥാനം അംഗീകരിച്ചു കിട്ടാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പരിശ്രമങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു മലബാറിലെ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി ലത്തീൻ മേലധ്യക്ഷന്മാരുടെ കീഴിൽ 1887 നടന്ന തൃശൂർ, കോട്ടയം എന്നീ 2 വികാരിയാത്തുകളുടെ സ്ഥാപനം. മുൻകാല ചരിത്ര പശ്ചാത്തലം. മലബാർ തീരത്തെ ക്രിസ്ത്യാനികളുടെ അടിയുറച്ച പരമ്പരാഗത വിശ്വാസമനുസരിച്ച് അപ്പസ്തോലനായ സെയിൻറ് തോമസ് ക്രിസ്തുവർഷം 52 ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. അദ്ദേഹം അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാനസാന്തരപ്പെടുത്തുകയും കൊടുങ്ങല്ലൂർ, പാലയൂർ, പറവൂർ, കൊക്കമംഗലം, നിരണം, കൊല്ലം, ചായൽ അഥവാ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ചെറിയ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ചിന്നമലയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച അദ്ദേഹം മദ്രാസിനടുത്ത് മൈലാപ്പൂരിൽ അടക്കം ചെയ്യപ്പെട്ടു. നൂറ്റാണ്ടുകളായി ഈ സഭാസമൂഹം മാർത്തോമാ സഭ അല്ലെങ്കിൽ മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നു. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് വരെ ഈ സഭയുടെ മേലധ്യക്ഷന്മാരെ പറ്റിയോ ഭരണാധികാരത്തെപ്പറ്റിയോ നമുക്ക് കാര്യമായി ഒന്നും തന്നെ അറിയില്ല. 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭയുമായി ഉണ്ടായ ബന്ധം മാർത്തോമാ സഭയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. പൗരസ്ത്യ സുറിയാനി സഭയുമായി ആരാധനാക്രമവും ആധ്യാത്മിക സഭാ സംബന്ധമായ പാരമ്പര്യങ്ങളും പങ്കുവയ്ക്കാൻ ഈ ബന്ധം വഴിവെച്ചു. എങ്ങനെ, എന്നു മുതൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ നമുക്ക് രേഖകളൊന്നുമില്ല. മലബാറും പശ്ചിമേഷ്യയും തമ്മിൽ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകളായി വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതൽ 1599 ഉദയംപേരൂർ സുനഹദോസ് വരെ മലബാറിലെ സഭയ്ക്ക് പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്നാണ് മേലധ്യക്ഷന്മാർ വന്നുകൊണ്ടിരുന്നത് എന്ന് ലഭ്യമായ ലേഖകളിൽ നിന്ന് അനുമാനിക്കാൻ കഴിയും. പൗരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് 7-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന മെത്രാന്മാരുടെ ഔദ്യോഗിക സ്ഥാനപ്പേര് മെത്രാപ്പൊലീത്തയും ഇന്ത്യയിലേക്കുള്ള കവാടവും എന്നായിരുന്നു. മെത്രാപ്പൊലീത്ത എന്ന നിലയ്ക്ക് അവരുടെ അധികാരം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോട് ബന്ധിതമായിരുന്നില്ല. അങ്കമാലി, കൊല്ലം, കൊടുങ്ങല്ലൂർ എന്നിങ്ങനെ ഏത് പ്രാചീന ക്രൈസ്തവ കേന്ദ്രങ്ങളിലും അവർക്ക് താമസിക്കാമായിരുന്നു. ഈ പാരമ്പര്യമനുസരിച്ച് ഭാരതസഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് ഭാരതം മുഴുവൻ്റെ മേലും അധികാരമുണ്ടായിരുന്നു. ഈ മെത്രാന്മാർ വിശ്വാസികളുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ
ബദ്ധശ്രദ്ധരായിരുന്നുവെങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. സഭാഭരണം പൂർണ്ണമായും അർക്കദിയാക്കോന്റെ കൈകളിലായിരുന്നു. അധികാര ശ്രേണിയിൽ അഗ്രസ്ഥാനം അലങ്കരിച്ചിരുന്ന പൗരസ്ത്യ സുറിയാനി മെത്രാപ്പൊലീത്തമാർ ഇവിടെ പ്രവാസികളും പ്രാദേശിക ഭാഷ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പ്രായേണ അപരിചിതരുമായിരുന്നു. സഭാഭരണത്തിന് അവരുടെ സഹായികളായിരുന്ന തദ്ദേശീയരായ അർക്കദിയാക്കോന്മാരെ പൂർണ്ണമായി അവർക്ക് ആശ്രയിക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സഭാഭരണത്തിൽ അർക്കദിയാക്കോന് പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭാ സംവിധാനത്തിൽ അർക്കദിയാക്കോന് വളരെ ഉയർന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഈ രണ്ടു സഭകളും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം വിലയിരുത്തുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഭാരതസഭയുടെ ആവിർഭാവത്തിനും ആദ്യകാല വളർച്ചയ്ക്കും പേർഷ്യൻ സഭയുടെ സംഭാവന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. തങ്ങളോടൊപ്പമുള്ള തോമസിൻ്റെ സിംഹാസനത്തെപ്പറ്റിയും ഈ സഭയെ നിയന്ത്രിച്ചിരുന്ന തോമസിൻ്റെ നിയമങ്ങളെപ്പറ്റിയും മാർത്തോമ ക്രിസ്ത്യാനികൾ എപ്പോഴും അഭിമാനം കൊണ്ടിരുന്നു. സെല്യൂക്യൻ സഭയിൽ നിന്ന് ജന്മം കൊണ്ടതോ ഒരു കാലത്തും അതിൻ്റെ ഭാഗമോ ആയിരുന്നില്ല മാർത്തോമ ക്രിസ്ത്യാനികളെന്നാണ് ഫാദർ പ്ലാസിഡ് പൊടിപ്പാറ എഴുതുന്നത്. പേർഷ്യൻ സഭയുമായി നയാമിക ബന്ധം നിലനിന്നിരുന്നുവെങ്കിലും മാർത്തോമ ക്രിസ്ത്യാനികൾ അവരുടെ വ്യതിരിക്തത എന്നും നിലനിർത്തിയിരുന്നു. 1498 മെയ് 28 വാസ്കോഡിഗാമ എന്ന പോർച്ചുഗീസ് നാവിക മേധാവി കോഴിക്കോട് കപ്പലിറങ്ങി. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ഒരു പുതിയ കാലഘട്ടം അവിടെ ആരംഭിക്കുകയായിരുന്നു. രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ കാരണങ്ങൾ കൊണ്ട് അക്കാലത്ത് ഭാരതസഭയ്ക്ക് റോമിലെ സഭയുമായി നേരിട്ട് ബന്ധമില്ലായിരുന്നു. തുടർന്നിങ്ങോട്ട് വർഷങ്ങളിലുണ്ടായ പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവോടെ മലബാറിൽ പാശ്ചാത്യ ക്രൈസ്തവ സംസ്കാരവും ലത്തീൻ ക്രൈസ്തവ ആചാരങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. 12 നൂറ്റാണ്ടോളം സിറിയൻ അധീനതയിൽ കഴിഞ്ഞ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് പുതിയൊരു വിദേശ സംസ്കാരവുമായി വീണ്ടും ഇടപഴകേണ്ടി വന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾ പോർച്ചുഗീസ് മിഷണറിമാരെ സുഹൃത്തുക്കളും ക്രിസ്തുവിൽ സഹോദരങ്ങളുമായി കാണുകയും അവരുടെ കൂദാശകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലക്രമേണ ഭാരതീയ ക്രിസ്ത്യാനികളുടെ മേലുള്ള രക്ഷാധികാരമായി ഇത് പരിണമിച്ചു. 1500 മാർച്ച് 26 കും സിക്കുത്ത് മജസ്താസ് എന്ന ഉത്തരവ് വഴി അലക്സാണ്ടർ ആറാമൻ മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് ഭാരതത്തിൻ്റെ മേലുള്ള രക്ഷാധികാര അവകാശം കൊടുത്തു. പോർച്ചുഗീസ് മിഷണറിമാർ ധാരാളം ക്രൈസ്തവരെ മാനസാന്തരപ്പെടുത്തി ലത്തീൻ സഭയിൽ ചേർക്കുകയുണ്ടായി. ഈ മിഷണറിമാരും മാർത്തോമ ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധം ആദ്യമൊക്കെ ഊഷ്മളമായിരുന്നു. പേർഷ്യയിൽ നിന്നുള്ള മെത്രാന്മാർ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുകയും തിരിച്ച് പോർച്ചുഗീസ് രാജാവ് അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. കൊടുങ്ങല്ലൂരിൽ പോർച്ചുഗീസുകാർക്ക് വേണ്ടിയുള്ള കപ്ലോനായി മാർ യാക്കോബ് നിയമിക്കപ്പെടുകയുണ്ടായി. കൊച്ചിയിലും ഗോവയിലും മാനസാന്തരപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചപ്പോൾ പോർച്ചുഗീസ് രാജാവിൻ്റെ അപേക്ഷയനുസരിച്ച് 1533 പോൾ മൂന്നാമൻ മാർപ്പാപ്പ ഭാരതത്തിലെ ആദ്യത്തെ ലത്തീൻ രൂപത ഗോവയിൽ സ്ഥാപിച്ചു. പോർച്ചുഗീസ് മിഷണറിമാർക്ക് കത്തോലിക്ക വിശ്വാസമെന്നാൽ ലത്തീൻ റീത്തായിരുന്നു. അതിനു പുറത്തുള്ള എന്തിനേയും അവർ സംശയത്തോടെയാണ് കണ്ടത്. ആ കാലഘട്ടത്തിൽ പാശ്ചാത്യ ക്രൈസ്തവരുടെ വിശ്വാസ സങ്കല്പം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മിഷണറിമാർ, പ്രത്യേകിച്ച് ഈശോ സഭക്കാർ, മാർത്തോമ ക്രിസ്ത്യാനികളെ റോമൻ ആചാര അനുഷ്ഠാനങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ലത്തീൻ വൽക്കരണ നയം നടപ്പിലാക്കാൻ ശ്രമം തുടങ്ങി. ഇതിനെപ്പറ്റി അങ്കമാലി മെത്രാപ്പൊലീത്തയായിരുന്ന മാർ അബ്രാഹവും ഗോവയിലെ പോർച്ചുഗീസ് മതമേലധ്യക്ഷന്മാരും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായി. മാർ അബ്രഹാമിൻ്റെ മരണശേഷം ഗോവയിലെ മെത്രാപ്പൊലീത്തയായിരുന്ന ഡോം അലക്സിയോ ഡി മെനസേസിൻ്റെ നേതൃത്വത്തിൽ 1599 പ്രസിദ്ധമായ ഉദയംപേരൂർ സുനഹദോസ് നടത്തപ്പെട്ടു. അതേ വർഷം തന്നെ ക്ലെമന്റ് എട്ടാമൻ മാർപ്പാപ്പ മാർത്തോമ ക്രിസ്ത്യാനികളുടെ അങ്കമാലി അതിരൂപതയെ ഗോവ അതിരൂപതയ്ക്ക് കീഴിലാക്കുകയും ഫ്രാൻസിസ് റോസ് എന്ന ഈശോ സഭാ വൈദികനെ അങ്കമാലി മെത്രാനായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഉദയംപേരൂർ സുനഹദോസ് മുതൽ
മാർത്തോമാ ക്രിസ്ത്യാനികളെ കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ കീഴിൽ നിന്ന് വേർപെടുത്തി ലത്തീൻ മതാധികാരികളുടെ അധികാര പരിധിയിൽ കൊണ്ടുവരാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം യാഥാർത്ഥ്യമായി. അശാന്തി വിധിച്ച ശീശ്മകൾ. 19-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ഒന്നിലേറെ ശീശ്മകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ പണ്ടാരി ശീശ്മ ഉടലെടുത്തെങ്കിലും അത് അധികകാലം നീണ്ടുനിന്നില്ല. മുൾത്ത പെക്ലാരെ എന്ന മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്ന് ഉടലെടുത്ത ഗോവൻ ശീശ്മയായിരുന്നു അടുത്തത്. മാർത്തോമാ ക്രിസ്ത്യാനികളെ ഇത് നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം വർദ്ധിക്കാൻ അത് കാരണമായി. നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ റോക്കോസ്, മെലൂസ് എന്നീ ശീശ്മകൾ ശക്തി പ്രാപിക്കുകയുണ്ടായി. വിശ്വാസികളുടെ ധിക്കാരമായിട്ടാണ് മിഷണറിമാർ ഈ ശീശ്മകളെ കണ്ടത്. യഥാർത്ഥത്തിൽ അവർക്ക് നൽകപ്പെട്ട അധികാരങ്ങളുടെ ദുർവിനിയോഗത്തിൻ്റെയും ലത്തീൻകരണ നയത്തിൻ്റെയും പരിണത ഫലമായിരുന്നു അത്. ഒരു വശത്ത് മിഷണറിമാരുടെ സഭാഭരണത്തിൽ അത് പാദ്രവാദോ ആയാലും പ്രൊപ്പഗാന്ത ആയാലും ഒരുപോലെ അവർ അതൃപ്തരായിരുന്നു. മറുവശത്ത് കൽദായ മെത്രാന്മാരുടെ കീഴിൽ അവർ അനുഭവിച്ചിരുന്ന പരിമിത സ്വയംഭരണാവകാശം അവർ വളരെ ഇഷ്ടപ്പെടുകയും അത് തിരിച്ചു ലഭിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ സ്വന്തം റീത്തിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും വരുന്ന ഒരു മെത്രാന് മാത്രമേ അവരുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് അവർ ചിന്തിച്ചിരുന്നു. ലത്തീൻ റീത്തും ആചാരങ്ങളും വൈദേശികമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കത്തോലിക്ക സഭയിൽ നിന്ന് ഇതിനകം ഭിന്നിച്ചു മാറിയിരുന്ന സുറിയാനി ക്രൈസ്തവർക്ക് അത്തരം മെത്രാന്മാർ ഉണ്ടായിരുന്നപ്പോൾ കത്തോലിക്ക സഭയിൽ ഉറച്ചു നിന്ന തങ്ങൾക്ക് മാത്രം തദ്ദേശീയനും തങ്ങളുടെ റീത്ത് പിന്തുടരുന്നവനുമായ ഒരു മെത്രാൻ ഇല്ല എന്ന സത്യം അവരെ വേദനിപ്പിച്ചു. അവരുടെ വിശ്വസ്തതയ്ക്ക് പരിശുദ്ധ സിംഹാസനം നൽകിയ ഒരു ശിക്ഷയായിട്ടാണ് അതിനെ അവർ കണ്ടത്. സുറിയാനി മെത്രാന് വേണ്ടി അവർ കൽദായ സഭയിലേക്ക് നിരവധി കത്തുകൾ എഴുതുകയും പ്രതിനിധി സംഘങ്ങളെ അയക്കുകയും ചെയ്തു. കൽദായ സഭയാകട്ടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ മേൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട നിയന്ത്രണാധികാരം തിരിച്ചുപിടിക്കാനുള്ള അവസരങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഈ അന്തരീക്ഷത്തിലാണ് ശീശ്മകൾ മുളയെടുക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഉയർന്നുവന്ന റോക്കോസ്, മെലൂസ് ശീശ്മകളും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുറേയധികം ആശയക്കുഴപ്പങ്ങൾക്കും ചേരിതിരിവുകൾക്കും വഴിതെളിയിച്ചു. അതേസമയം യാഥാർത്ഥ്യങ്ങളിലേക്ക് റോമിൻ്റെ കണ്ണു തുറപ്പിക്കാനും അവ സഹായിച്ചു. ശീശ്മകൾക്ക് വഴിതെളിച്ച മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സുറിയാനി മെത്രാന്മാർ വേണമെന്ന ശക്തമായ ആഗ്രഹം ന്യായമാണെന്ന് റോം അംഗീകരിക്കാൻ അത് ഇടയാക്കി. 1865 ചാവറ ഏലിയാസച്ചനെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള വികാരി ജനറലായി നിയമിച്ചു. റോക്കോസ്, മെലൂസ് ശീശ്മകളുടെ ആവിർഭാവത്തെ തുടർന്ന് അപ്പസ്തോലിക വികാരിക്കെതിരെയും കർമ്മലീത്ത മിഷണറിമാർക്കെതിരെയും നിരവധി നിവേദനങ്ങൾ റോമിലേക്ക് അയക്കപ്പെട്ടു. അവരുടെ സഭാഭരണവും വിവേകശൂന്യമായ നടപടികളും ജനങ്ങളെ സഭയിൽ നിന്ന് അകറ്റിയിരുന്നു. യഥാർത്ഥത്തിൽ മലബാറിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ അസംതൃപ്തി ചൂഷണം ചെയ്യുകയായിരുന്നു റോക്കോസും മേലൂസും. സുറിയാനി കത്തോലിക്കരെ ലത്തീൻകാരിൽ നിന്നും വേർതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഫാദർ ലിയോപോൾഡ് ഓഫ് സെയിൻറ്റ് ജോസഫ് OCDയെ പോലുള്ള കർമ്മലീത്ത മിഷണറിമാരും ഉണ്ടായിരുന്നു. 1873 വർഷാവസാനത്തോടെ സുറിയാനിക്കാർക്ക് ആരാധനാക്രമത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തുകൾ പ്രൊപ്പഗാന്തയ്ക്കെഴുതുവാൻ അദ്ദേഹം നേതൃത്വം നൽകി. നിലവിലുള്ള വികാരിയാത്ത് വിഭജിക്കുവാനും സുറിയാനിക്കാർക്ക് വേണ്ടി മാത്രമായി ഒരു സുറിയാനി മെത്രാനെ ലഭിക്കുവാനും വേണ്ടിയുള്ള നിവേദന പരിശ്രമങ്ങളിൽ സുറിയാനി കർമ്മലീത്തക്കാരും ഭാഗഭാക്കാവുകയുണ്ടായി. റോമിലേക്ക് നിവേദനം അയച്ചു എന്ന സംശയത്തിൽ മാന്നാനത്തെയും പുളിങ്കുന്നിലെയും തദ്ദേശീയ കർമ്മലീത്ത കൊവേന്തകളിലെ 7 സന്യാസിമാരെ മെല്ലാനോ പുറത്താക്കുകയുണ്ടായി. ഈ ശിക്ഷയെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്കെതിരെയുള്ള നിരവധി തെറ്റായ കുറ്റാരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു. വികാരിയാത്തുകൾ സ്ഥാപിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ. പിയൂസ് 9 മാർപ്പാപ്പ മലബാറിൽ വന്ന് സാഹചര്യ പഠനം നടത്തി പ്രശ്നപരിഹാരത്തിന് വഴിതെളിക്കാൻ അപ്പസ്തോലിക സന്ദർശകരായി ആദ്യം ബോംബെയിൽ അപ്പസ്തോലിക വികാരിയായിരുന്ന മോൺസിഞ്ഞോർ ലിയോ മെബ്രിനെയും
പിന്നീട് മോൺസിഞ്ഞോർ ഇഗ്നേഷ്യസ് പെഴ്സിക്കോയെയും മലബാറിലേക്ക് അപ്പസ്തോലിക സന്ദർശകരായി നിയമിച്ചു. പ്രൊപ്പഗാന്ത ഫീദയുടെ പൊതുസഭ 1877 ജൂലൈ 9 ചേർന്ന് മോൺസിഞ്ഞോർ പെഴ്സിക്കോയുടെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ മലബാറിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. യോഗത്തിൽ മോൺസിഞ്ഞോർ മെബ്രിൻ്റെ അപ്പസ്തോലിക സന്ദർശനം അവസാനിപ്പിക്കാനും മാർസലീൻ ഓഫ് സെയിൻറ്റ് തെരേസാസിനെ സുറിയാനി കത്തോലിക്കർക്കു വേണ്ടി മാത്രമുള്ള സഹായമെത്രാനായി പിന്തുടർച്ച അവകാശത്തോടുകൂടി ലയണാർദ്രോ മെല്ലാനോയുടെ കീഴിൽ നിയമിക്കുവാനും തീരുമാനിക്കുകയും ചെയ്തു. സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടിയുള്ള പ്രത്യേക സഹായമെത്രാനായുള്ള മാർസലിൻ്റെ നിയമനത്തിൽ പ്രതീക്ഷിച്ച തരത്തിലുള്ള പ്രതികരണമൊന്നുമല്ല വിശ്വാസികളിൽ നിന്നും ഉണ്ടായത്. മാർസലിൻ അപ്പസ്തോലിക വികാരിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തെ അവർ അവരുടെ സ്വന്തം മെത്രാനായി അംഗീകരിച്ചില്ല. തദ്ദേശീയനായ ഒരു മെത്രാനു വേണ്ടി റോമിലേക്ക് എഴുതിക്കൊണ്ടിരുന്നത് അവർ തുടർന്നു. സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സഹായമെത്രാൻ നിയമിതനായെങ്കിലും മലബാറിലെ സ്ഥിതിഗതികളിൽ മാറ്റമൊന്നുമുണ്ടായില്ല. നിരവധി നിവേദനങ്ങൾ റോമിലേക്ക് പിന്നെയും ഒഴുകി. മിഷണറിമാർ അയച്ച വിവിധ റിപ്പോർട്ടുകളും 2 അപ്പസ്തോലിക സന്ദർശകർ സമർപ്പിച്ച ഘടകവിരുദ്ധമായ നിരവധി വിവരങ്ങളും മലബാറിലെ സഭയെക്കുറിച്ച് റോമിൽ നിലവിലിരുന്ന ധാരണപ്പിശകുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പാദ്രവേദായും പ്രൊപ്പഗാന്തയും തമ്മിലുള്ള പ്രശ്നങ്ങളും കൂടുതൽ വഷളായി. ഭാരതത്തിലെ സഭ ശരിയായ വഴിക്കല്ല പോകുന്നത് എന്ന് പരിശുദ്ധ സിംഹാസനത്തിലും ബോധ്യപ്പെട്ടു. അവസാനം ലിയോ 13 മാർപ്പാപ്പ 1884 സെപ്റ്റംബർ 23 മോൺസിഞ്ഞോർ ആന്റണി അഗ്ലിയാർഡിയെ പൗരസ്ത്യദേശത്തേക്കുള്ള ആദ്യത്തെ അപ്പസ്തോലിക പ്രതിനിധിയായി നിയമിച്ചു. സ്ഥിരമായുള്ള ഒരു കാര്യാലയത്തിൽ നിന്ന് കുറെ കൂടി വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആയിരുന്നു ഈ നിയമനം. അപ്പസ്തോലിക പ്രതിനിധിയായിരുന്ന ആന്റണി അഗ്ലിയാർഡി 1885 നവംബറിൽ മലബാറിലെത്തി. മലബാറിലെ യഥാർത്ഥ സ്ഥിതിഗതികൾ വിവരിച്ചുകൊണ്ട് 1885 ഡിസംബർ 18 അഗ്ലിയാർഡി പ്രൊപ്പഗാന്ത ഫീദയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ എഴുതി: വരാപ്പുഴ വികാരിയത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും വിശ്വാസികളും വികാരാവേശത്തിലും പ്രക്ഷുബ്ധമായ മാനസിക അവസ്ഥയിലുമാണെന്ന് അങ്ങയെ അറിയിക്കുന്നതിൽ തീർച്ചയായും എനിക്ക് വിഷമമുണ്ട്. റോമിലുള്ള ഗ്രീക്കുകാർക്കും അർമേനിയക്കാർക്കും ഉള്ളതുപോലെ മറ്റധികാരങ്ങളൊന്നുമില്ലെങ്കിലും മാർപ്പാപ്പായുടെ അംഗീകാരവും തിരുപ്പട്ടാധികാരവുമുള്ള സുറിയാനി റീത്തിലുള്ള ഒരു മെത്രാനു വേണ്ടിയുള്ള ആഗ്രഹമാണെന്ന് തോന്നുന്നു ഈ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. തൻ്റെ സന്ദർശനത്തിൽ വരാപ്പുഴയിലുള്ള സുറിയാനി കത്തോലിക്കരെ 2 വികാരിയത്തുകളാക്കി വിഭജിക്കാനാണ് അഗ്ലിയാർഡി ശക്തമായി നിർദ്ദേശിച്ചത്. അത്തരമൊരു വിഭജനത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. സുറിയാനി കത്തോലിക്കരെ 2 വികാരിയത്തുകളാക്കി വിഭജിക്കാനുള്ള നിർദ്ദേശത്തിനുള്ള അഗ്ലിയാർഡിയുടെ കാരണങ്ങൾ കൗതുകകരമായിരുന്നു. തദ്ദേശീയനായ ഒരു മെത്രാന് വേണ്ടിയുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ തന്നെ അത് പരിശുദ്ധ സിംഹാസനത്തിന് സുറിയാനി കത്തോലിക്കരോടുള്ള കരുതൽ എടുത്തുകാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സുറിയാനിക്കാരുടെ ശക്തി അത് 2 കേന്ദ്രങ്ങളിലേക്ക് വിഭജിതമാവുകയും ചെയ്യും. അവരുടെ അവകാശങ്ങളുടെ അംഗീകാരവും കർമ്മലീത്തക്കാരുടെ മേലുള്ള ഒരു വിജയവുമായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുള്ളതുകൊണ്ട് തദ്ദേശീയനായ ഒരു മെത്രാനെ നിയമിക്കുന്നത് ബുദ്ധിയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആലുവാപ്പുഴ അതിർത്തിയാക്കി തൃശ്ശൂർ കേന്ദ്രമാക്കി വടക്കും ആലപ്പുഴ കേന്ദ്രമായി തെക്കും 2 സുറിയാനി വികാരിയത്തുകൾ സ്ഥാപിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ലത്തീൻ റീത്തിൽ നിന്നുള്ള 2 യൂറോപ്യൻ മെത്രാന്മാരെ നിയമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടെങ്കിലും തദ്ദേശീയരായ മെത്രാന്മാർക്ക് അദ്ദേഹം തീർത്തും എതിരായിരുന്നില്ലെന്ന് പിന്നീടുള്ള വിശദീകരണങ്ങൾ പലതും വായിച്ചാൽ അനുമാനിക്കാവുന്നതാണ്. സങ്കീർണവും കുഴപ്പം പിടിച്ചതുമായ പാദ്രവാദോ അധികാര തർക്കം കോൺകോർഡാറ്റ് വഴി ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ലിയോ 13 മാർപ്പാപ്പ അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന വിസ്തൃതമായ ഭാരതീയ പ്രവിശ്യകളിൽ ലത്തീൻ ഹൈറാർക്കി സ്ഥാപനവുമായി മുന്നോട്ടു പോയി. 1886 സെപ്റ്റംബർ 1 ലിയോ 13 മാർപ്പാപ്പ ഹ്യൂമാനെ സലൂത്തീസ് അവുക്തോർ എന്ന അപ്പസ്തോലിക ലേഖനം വഴി പ്രൊപ്പഗാന്ത ഫീദയുടെ കീഴിൽ ഭാരതത്തിന് പുതിയ ലത്തീൻ ഹൈറാർക്കി സ്ഥാപിച്ചു.
ഗോവയിലെ മെത്രോപൊലിത്തയുടെ പദവി പൗരസ്ത്യ ദേശത്തിനു വേണ്ടിയുള്ള അഭിവന്ദ്യനായ പാത്രിയാർക്കീസ് എന്നായി ഉയർത്തപ്പെട്ടു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ കൊടുങ്ങല്ലൂർ അതിരൂപത ഇല്ലാതാവുകയും അതിൻ്റെ സ്ഥാനം പുതിയ ദാമൻ രൂപതയ്ക്ക് നൽകുകയും ചെയ്തു. കൊച്ചി, മൈലാപ്പൂർ, ദാമൻ എന്നീ രൂപതകൾ ഉൾപ്പെട്ട ഗോവ സഭാപ്രവിശ്യയോടൊപ്പം അന്ന് ഭാരതത്തിലും ശ്രീലങ്കയിലും നിലവിലുണ്ടായിരുന്ന എല്ലാ വികാരിയാത്തുകളും രൂപതകളും അതിരൂപതകളുമായി ഉയർത്തപ്പെട്ടു. കൊടുങ്ങല്ലൂർ അതിരൂപത ഇല്ലാതെയാക്കി ലത്തീൻ ഹൈറാർക്കി സ്ഥാപിതമായപ്പോൾ എല്ലാ സുറിയാനി കത്തോലിക്കരും വരാപ്പുഴ ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലായി. കൊടുങ്ങല്ലൂരിൻ്റെ തിരോധാനത്തോടുകൂടി മാർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ പാദ്രവാദോ ഭരണം അവസാനിച്ചെങ്കിലും വിദേശ ആധിപത്യം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ല. 1886 ഡിസംബർ 20 ചേർന്ന പ്രൊപ്പഗാന്ത ഫീദയുടെ പൊതുസമ്മേളനം മോൺസിഞ്ഞോർ അഗ്ലിയാഡിയുടെ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ സുറിയാനി കത്തോലിക്കരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയുണ്ടായി. നീണ്ട ചർച്ചകൾക്കൊടുവിൽ സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്നും വേർതിരിക്കാൻ സമ്മേളനത്തിൽ അവസാനം തീരുമാനമായി. ലത്തീൻ മേലധ്യക്ഷന്മാരുടെ കീഴിൽ 1-2 വികാരിയാത്തുകൾ സ്ഥാപിക്കാനും അവയുടെ മേലധ്യക്ഷന്മാരായി സുറിയാനി കത്തോലിക്കരായ വികാരി ജനറാൾമാരെ നിയമിക്കാനും സഭാകാര്യങ്ങളിൽ ഉപദേശകരായി 4 സുറിയാനി വൈദികരെ തിരഞ്ഞെടുക്കാനും തീരുമാനമായി. പ്രൊപ്പഗാന്തയുടെ ഈ തീരുമാനം മോൺസിഞ്ഞോർ അഗ്ലിയാഡിയെ അറിയിക്കാനും താഴെ പറയുന്ന വിഷയങ്ങൾ ദക്ഷിണ ഭാരത മെത്രാന്മാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യാനും അവിടെ തീരുമാനമുണ്ടായി. 1. വികാരിയാത്തുകൾ 1-2 ഏതായിരിക്കും ഉചിതം? 2. അങ്ങനെ നിയമിക്കപ്പെടുന്ന വികാരിക്കോ വികാരി ജനറലിനോ വിശുദ്ധ തൈലം ആശീർവദിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ശരിയായിരിക്കുമോ? 1887 ജനുവരി 22 ദക്ഷിണ ഭാരത മെത്രാന്മാരുടെ സിനഡ് ബാംഗ്ലൂരിൽ നടന്നത്. ഈ സമ്മേളനത്തിൽ അപ്പസ്തോലിക പ്രതിനിധി സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി സ്ഥാപിക്കേണ്ട വികാരിയത്തുകളുടെ എണ്ണത്തെയും ആസ്ഥാനങ്ങളെപ്പറ്റിയും സുറിയാനി വികാരി ജനറലിന് പൊന്തിഫിക്കൽ അവകാശങ്ങളും സ്ഥൈര്യലേപനം നൽകാനുള്ള അനുവാദവും കൊടുക്കുന്നതിനെപ്പറ്റിയും അവിടെ സന്നിഹിതരായിരുന്ന മെത്രാന്മാരുടെ അഭിപ്രായം ആരാഞ്ഞു. ആലുവാപ്പുഴ അതിർത്തിയായി നിശ്ചയിച്ചുകൊണ്ട് വടക്ക് തൃശ്ശൂരും തെക്ക് കോട്ടയത്തും മെത്രാന്മാരുടെ ആസ്ഥാനം സ്ഥാപിക്കാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇതിൽ ഒരു വികാരിയത്തിൽ അപ്പോൾ സഹായമെത്രാനായിരുന്ന മോൺസിഞ്ഞോർ മാർസലീനെയും രണ്ടാമത്തേതിൽ വേറെ ഒരു കർമ്മലീത്തക്കാരനെയും നിയമിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. മേലൂസ് മലബാറിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ അവിടേക്ക് വേറൊരു മെത്രാനെ അയക്കാനോ ആലോചിക്കുന്നുണ്ട് എന്ന് 1887 ജനുവരി 7 മോൺസിഞ്ഞോർ മെബ്രിൻ പ്രൊപ്പഗാന്തയ്ക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞിരുന്നു. ശീസ്മ മലബാറിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് ഇതിനെപ്പറ്റി വിവരം ശേഖരിക്കുവാനും വേണ്ട മുൻകരുതലുകൾ എടുക്കുവാനും പ്രൊപ്പഗാന്ത അഗ്ലിയാഡിക്ക് കമ്പിയടിച്ചു. ഈ വാർത്തയും വികാരിയത്ത് സ്ഥാപിക്കുന്നതിന് ആക്കം കൂട്ടി. സുറിയാനി കത്തോലിക്കരെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിച്ച് അവർക്ക് വേണ്ടി യൂറോപ്യൻ ലത്തീൻ മേലധ്യക്ഷന്മാരുടെ കീഴിൽ 2 വികാരിയത്തുകൾ സ്ഥാപിക്കാനുള്ള പ്രൊപ്പഗാന്ത ഫീദയുടെ 1886 ഡിസംബർ 20 നടന്ന പൊതുസമ്മേളനത്തിലെ നിർദ്ദേശവും ബാംഗ്ലൂർ സമ്മേളനത്തിലെ തീരുമാനങ്ങളും പരിശുദ്ധ പിതാവിന് സമർപ്പിക്കപ്പെട്ടു. 1887 മെയ് 20 ലിയോ 13 മാർപ്പാപ്പ തൻ്റെ ക്വാദ് ജാംപ്രിതം എന്ന അപ്പസ്തോലിക ലേഖനം വഴി സുറിയാനി കത്തോലിക്കരെ വരാപ്പുഴ ലത്തീൻ അതിരൂപതയിൽ നിന്ന് വേർപെടുത്തുകയും തൃശ്ശൂർ, കോട്ടയം എന്നീ 2 സീറോ മലബാർ അപ്പസ്തോലിക വികാരിയത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പസ്തോലിക ലേഖനത്തിൽ സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ച് പരിശുദ്ധ സിംഹാസനം കൈക്കൊണ്ട തീരുമാനങ്ങളെ താഴെ പറയുന്ന 5 കാര്യങ്ങളായി സംഗ്രഹിക്കാം. 1. സുറിയാനി കത്തോലിക്കരെ ലത്തീൻകാരിൽ നിന്നും റീത്തനുസരിച്ചുള്ള വിഭജനം. 2. സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി ലത്തീൻ മേലധ്യക്ഷന്മാരുടെ കീഴിൽ തൃശ്ശൂർ, കോട്ടയം എന്നീ 2 വികാരിയത്തുകളുടെ സ്ഥാപനം. 3. സുറിയാനി വൈദിക സമൂഹത്തിൽ നിന്നും പ്രത്യേക അധികാരങ്ങളോടെ അപ്പസ്തോലിക വികാരി തിരഞ്ഞെടുക്കുന്ന വികാരി ജനറൽ. 4. സഭാകാര്യങ്ങളിൽ കൂടിയാലോചനകൾക്കായി സുറിയാനി കത്തോലിക്കരിൽ നിന്ന് അപ്പസ്തോലിക വികാരി തിരഞ്ഞെടുക്കുന്ന 4 ഉപദേഷ്ടാക്കൾ. 5. ആലുവാപ്പുഴയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകൃതി നിർമ്മിത അതിർത്തി വിഭജനം. ക്വാദ് ജാംപ്രിതം എന്ന അപ്പസ്തോലിക ലേഖനം വഴി സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി 2 പ്രത്യേക അപ്പസ്തോലിക വികാരിയാത്തുകൾ 1887 മെയ് 20 നിലവിൽ വന്നു.
ഈ അപ്പസ്തോലിക ലേഖനമായിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികളുടെ കത്തോലിക്ക സഭയെ ഉദ്ധരിച്ച് സീറോ മലബാർ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ച പേപ്പൽ രേഖ. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ അല്ലെങ്കിൽ മലബാറിലെ സുറിയാനി കത്തോലിക്കരുടെ സഭ പിന്നീട് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് തന്നെ സീറോ മലബാർ സഭ എന്നാണ്. വികാരിയാത്തുകൾ സ്ഥാപിക്കപ്പെട്ടെങ്കിലും അപ്പസ്തോലിക വികാരിമാരെപ്പറ്റി അപ്പോഴും തീരുമാനമൊന്നുമായിരുന്നില്ല. പരിശുദ്ധ സിംഹാസനത്തിനോട് വിധേയരായിരിക്കാനും ലത്തീൻ അപ്പസ്തോലിക വികാരിമാർ താൽക്കാലികമായിരിക്കുമെന്നും അറിയിച്ചുകൊണ്ട് IUT ഒരു ഇടയലേഖനം സുറിയാനി കത്തോലിക്കർക്ക് അയച്ചിരുന്നു. 1887 സെപ്റ്റംബർ 13 ലിയോ 13 മാർപ്പാപ്പ ഫാദർ ചാൾസ് ലെവിങ് SJA കോട്ടയത്തെ അപ്പസ്തോലിക വികാരിയായും പ്രൊപ്പഗാന്ത കോളേജിലെ മുൻ വിദ്യാർത്ഥിയായിരുന്ന അഡോൾഫ് മെഡ്ലിക്കോട്ടിനെ തൃശൂരിലെ അപ്പസ്തോലിക വികാരിയായും നിയമിച്ചു. മോൺസിഞ്ഞോർ അഡോൾഫ് മെഡ്ലിക്കോട്ട് തൃശൂർ വികാരിയത്തിൻ്റെ ശില്പി. അഡോൾഫ് മെഡ്ലിക്കോട്ട് 1836 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചിറ്റഗോങ്ങിൽ ഇംഗ്ലീഷ് മാതാപിതാക്കൾക്ക് ജനിച്ചു. ചിറ്റഗോങ് ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. ആ കാലഘട്ടത്തിൽ അത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. റോമിലെ ഉപരിപഠനം കഴിഞ്ഞ് കൽക്കത്തയിൽ തിരിച്ചെത്തി പഞ്ചാബിൽ ഒരു മിലിറ്ററി ചാപ്ലിനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൃശൂർ വികാരി അപ്പസ്തോലിക്കയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1887 ഡിസംബർ 11 ഊട്ടിയിൽ വെച്ച് അന്നത്തെ അപ്പസ്തോലിക് ഡെലിഗേറ്റായിരുന്ന മോൺസിഞ്ഞോർ അയൂത്തിയിൽ നിന്ന് മെത്രാൻ പട്ടം സ്വീകരിച്ചു. ഡിസംബർ 18 ഞായറാഴ്ച മെഡ്ലിക്കോട്ട് തൃശൂരിലേക്ക് എത്തിച്ചേർന്നു. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം വടക്കാഞ്ചേരി ഇടവക സന്ദർശിച്ചു. ശീശ്മയിലായിരുന്ന വടക്കാഞ്ചേരി ഇടവക ജനങ്ങൾ ശീശ്മ ഉപേക്ഷിച്ച് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. അവിടെ അദ്ദേഹം വിശുദ്ധ കുർബാന ചെല്ലുകയും ഇംഗ്ലീഷിൽ പ്രസംഗം നടത്തുകയും ചെയ്തു. നിധിയിരിക്കൽ മാണി കത്തനാർ ആ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. തുടർന്ന് അവർ തൃശൂരിലേക്ക് യാത്ര തുടർന്നു. തൃശൂരിൽ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ വർണ്ണാഭമായ സ്വീകരണം ഒരുക്കിയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തൃശൂർ വികാരിയത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. 123 വൈദികരും 83 പള്ളികളും 22 കപ്പേളകളും ഏകദേശം 100,000 വിശ്വാസികളുമാണ് അന്ന് തൃശൂർ വികാരിയത്തിന് ഉണ്ടായിരുന്നത്. ഏകദേശം 5000 വരുന്ന മേലൂസ് ശീശ്മക്കാരും തൃശൂരിൽ ഉണ്ടായിരുന്നു. മെഡ്ലിക്കോട്ട് റോമിലേക്ക് എഴുതിയ കത്തിൽ വികാരിയത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1. പ്രാഥമിക വിദ്യാഭ്യാസം. പല ഇടവകകളിലും ഇതിനോടകം പ്രാഥമിക വിദ്യാലയങ്ങളുണ്ട്. എന്നാൽ പലരും അവയോട് നിസ്സംഗത പുലർത്തുന്നു. അതിനാൽ പ്രാഥമിക വിദ്യാലയങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. 2. മിഡിൽ സ്കൂൾ ഒന്നും തന്നെയില്ല, ഉടനെ തുടങ്ങേണ്ടതുണ്ട്. 3. ഒരു മൈനർ സെമിനാരി അത്യാവശ്യമായി തുടങ്ങണം. 4. യൂറോപ്യൻ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ തദ്ദേശീയരായ കന്യാസ്ത്രീകളുടെ സഹായത്തോടുകൂടിയും പെൺകുട്ടികൾക്കായി സ്കൂൾ തുടങ്ങണം. 5. ഒരു കാറ്റക്യുമനൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴി 70ഓളം പേർ ഇതുവരെ ജ്ഞാനസ്നാനപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാൻ ഒരു യൂറോപ്യൻ മിഷണറിയുടെ നേതൃത്വം ആവശ്യമുണ്ട്. 6. ബിഷപ്പിനും വികാരി ജനറൽമാർക്കും മിഷണറിമാർക്കും കൂരിയായുടെ പ്രവർത്തനത്തിനും ഒരു വസതി അത്യാവശ്യമാണ്. 7. മതപരമായ ജീവിതത്തിന് ദിശാബോധം നൽകാനും വിദ്യാഭ്യാസത്തിന് മേൽനോട്ടം വഹിക്കാനും പഠിപ്പിക്കുവാനും പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ വികാരി അപ്പസ്തോലിക്കയെ സഹായിക്കാൻ യൂറോപ്യൻ മിഷണറിമാരുടെ സഹായം അത്യാവശ്യമാണ്. തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ തന്നെ കണ്ടെത്തിയ വികാരിയത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ തുടർന്നുള്ള 9 വർഷക്കാലത്തിനുള്ളിൽ തൃശ്ശൂരിൽ പൂർണ്ണമായും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം എൽത്തുരുത്ത് കൊവേന്തയിലാണ് താമസിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഇപ്പോഴത്തെ ലത്തീൻ പള്ളിക്ക് പുറകിലുള്ള ഒളരി കുഞ്ഞുവറീദിൻ്റെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ താമസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ബിഷപ്പ് ഹൗസ് വരെയുള്ള സ്ഥലം വാങ്ങി അവിടെ കെട്ടിടം പണിയാൻ ആരംഭിച്ചു. മാർ ജോൺ മേനേച്ചേരി 1896 മുതൽ 1919 വരെ തൃശൂർ വികാരിയത്തിൻ്റെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ. ജോൺ മേനേച്ചേരി 1857 ഓഗസ്റ്റ് 1 ഞാറക്കലിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. പുത്തൻപള്ളി സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി. 1883 വൈദിക പട്ടം സ്വീകരിച്ചു. 1887 മെയ് 20 തൃശൂർ വികാരിയത്ത് രൂപം കൊള്ളുന്നതിന് മുൻപ് 4-5 ഇടവകകളിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അഡോൾഫ് മെഡ്ലിക്കോട്ട് പിതാവ്
1887 ഡിസംബർ 18 തൃശൂർ വികാരി അപ്പസ്തോലിക്കയായി ചാർജെടുത്ത ഉടനെ അദ്ദേഹം ജോൺ മേനാച്ചേരിയെ തൻ്റെ സെക്രട്ടറിയായും കത്തീഡ്രൽ പള്ളി പ്രോ വികാരിയായും നിയമിച്ചു. 9 വർഷം മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്ത അനുഭവ സമ്പത്ത് തന്നെയാണ് 39ാമത്തെ വയസ്സിൽ തൃശ്ശൂരിൻ്റെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടാൻ പ്രധാന കാരണം. 1895 തന്നെ മെഡ്ലിക്കോട്ട് പിതാവിനോടും ലവീഞ്ഞ് പിതാവിനോടും മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യതയുള്ള 3 പേരുടെ വീതം പേരുകൾ നൽകാൻ റോമിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. ലിസ്റ്റിൽ 3ാമനായിരുന്നുവെങ്കിലും മെഡ്ലിക്കോട്ട് പിതാവ് ഏറ്റവും നന്നായി എഴുതിയിരിക്കുന്നത് മേനാച്ചേരിയെക്കുറിച്ചാണ്. തൻ്റെ സഹായമെത്രാനായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് മേനാച്ചേരിയെയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. 1896 ജൂലൈ 28 ക്വാ റെയ് സാക്രേ എന്ന തിരുവെഴുത്ത് വഴി ലിയോ 13 മാർപ്പാപ്പ ഫാദർ ജോൺ മേനാച്ചേരിയെ തൃശൂർ വികാരി അപ്പസ്തോലിക്കയായും ഫാദർ ലൂയിസ് പഴയ പറമ്പിലിനെ എറണാകുളം വികാരി അപ്പസ്തോലിക്കയായും ഫാദർ മാത്യു മാക്കീലിനെ ചങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലിക്കയായും നിയമിച്ചു. അന്നത്തെ അപ്പസ്തോലിക് ഡെലഗേറ്റായിരുന്ന മോൺസിഞ്ഞോർ സലസ്കി ഇവരെ 3 പേരെയും കാൻഡിയിലേക്ക് വിളിപ്പിക്കുകയും കാൻഡി കത്തീഡ്രലിൽ വെച്ച് 1896 ഒക്ടോബർ 25 ഇവർക്ക് മെത്രാൻ പട്ടം കൊടുക്കുകയും ചെയ്തു. നവംബർ 4 തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വെച്ച് തൃശൂർ വികാരിയത്തിൻ്റെ മെത്രാനായി ചാർജെടുത്തു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. സ്വന്തം റീത്തിൽപ്പെട്ട തദ്ദേശീയ മെത്രാന്മാരെ ലഭിക്കുവാൻ അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ അനന്തരഫലം. തൃശ്ശൂരിൽ മേലൂസ് ശീശ്മക്കാരായ ധാരാളം പേർ ഈ ദിവസം തന്നെ ശീശ്മ ഉപേക്ഷിച്ച് തങ്ങളുടെ മെത്രാനെ സ്വീകരിച്ചു. സ്വന്തം റീത്തിൽപ്പെട്ട ഒരു മെത്രാനെ ആഗ്രഹിച്ചാണ് അവർ ശീശ്മക്കാരായി മാറിയത്. ആ കാരണം തന്നെ അപ്രസക്തമായി. മെത്രാൻ പട്ടം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ 3 വികാരി അപ്പസ്തോലിക്കമാരും അപ്പസ്തോലിക് ഡെലിഗേറ്റും ചേർന്ന് മാരത്തൺ ചർച്ചകൾ നടന്നു. അതിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ വൈദിക പട്ടം കൊടുക്കും എന്നതായിരുന്നു. 1887 സുറിയാനി കത്തോലിക്കരെ ലത്തീൻ റീത്തിൽ നിന്നും വേർപ്പെടുത്തി 2 വികാരിയത്തുകൾ സ്ഥാപിക്കുകയും അതിന് 2 ലത്തീൻ മെത്രാന്മാരെ നിയമിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രശ്നം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. മെഡ്ലിക്കോട്ട് പിതാവും ലവീഞ്ഞ് പിതാവും ലത്തീൻ റീത്തിലെ മെത്രാന്മാർ ആയിരുന്നതിനാൽ ലത്തീൻ ഭാഷയിൽ ലത്തീൻ റീത്തിൽ തന്നെ വൈദിക പട്ടം കൊടുത്തു. ഇപ്പോൾ സുറിയാനി റീത്തിൽപ്പെട്ട മെത്രാന്മാർക്ക് എങ്ങനെ ലത്തീൻ റീത്തിൽ വൈദിക പട്ടം കൊടുക്കാൻ പറ്റും എന്ന പ്രശ്നം ഉയർന്നു വന്നു. പ്രശ്നപരിഹാരത്തിനായി മോൺസിഞ്ഞോർ സലസ്കി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: സുറിയാനി ഭാഷയിലുള്ള സ്കാൽഡിയൻ കത്തോലിക്ക സഭയുടെ പൊന്തിഫിക്കൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തരാൻ നമുക്ക് മാർപ്പാപ്പയോട് അപേക്ഷിക്കാം. 3 പേരും ഏകകണ്ഠമായി അത് വേണ്ട എന്ന് തീരുമാനിച്ചു. പകരമായി ലത്തീൻ പൊന്തിഫിക്കലിൻ്റെ സുറിയാനി തർജ്ജമ ഉപയോഗിക്കാനാണ് അവർ താൽപ്പര്യമെടുത്തത്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ പറമ്പിൽ ചാണ്ടി മെത്രാന് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ലത്തീൻ പൊന്തിഫിക്കലിൻ്റെ സുറിയാനി തർജ്ജമ പിന്നീട് ജോസഫ് കരിയാറ്റിൽ മെത്രാന് ഉപയോഗിക്കാൻ കാത്തുവെച്ചിരുന്ന കയ്യെഴുത്തു പ്രതി ഒരു നിധി പോലെ കുറവിലങ്ങാട് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഭാഗങ്ങൾ കേടുവന്നു പോവുകയും കയ്യെഴുത്തു പ്രതി വ്യക്തമല്ലാത്തതുകൊണ്ടും അതുപയോഗിച്ച് പുതിയ സുറിയാനി തർജ്ജമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലത്തീൻ പൊന്തിഫിക്കലിൻ്റെ ഈ സുറിയാനി തർജ്ജമ തയ്യാറാക്കുന്ന ജോലി മേനാച്ചേരി പിതാവ് ഏറ്റെടുത്തു. തർജ്ജമ പൂർത്തിയാകുന്നതുവരെ ലത്തീൻ പൊന്തിഫിക്കൽ ലത്തീൻ ഭാഷയിൽ ഉപയോഗിക്കുവാൻ മാർപ്പാപ്പയിൽ നിന്നും ഒഴിവ് ലഭിക്കുവാൻ റോമിലേക്ക് എഴുതി. അത് അനുവദിക്കുകയും ചെയ്തു. സുറിയാനി ഭാഷ അറിയാവുന്ന ഏതാനും വൈദികരെയും ചേർത്ത് ഈ തർജ്ജമ ആരംഭിച്ചു. പഴയ തർജ്ജമ ഉപയോഗിക്കാതെ തന്നെ പുതിയതായി ആദ്യം മുതൽ തർജ്ജമ ചെയ്യുക എന്ന വലിയ ദൗത്യം അവർ ഏറ്റെടുത്തു. പിന്നീട് പൂർത്തിയാക്കിയ ഓരോ ഭാഗങ്ങളും റോമിലേക്ക് അംഗീകാരത്തിനായി അയച്ചു കൊടുത്തുവെങ്കിലും പൂർണ്ണമായും പൂർത്തിയാകാതെ അംഗീകരിക്കില്ല എന്ന് റോം പറഞ്ഞതോടുകൂടി തർജ്ജമ 3/4 ഭാഗത്തോടെ അവസാനിച്ചു. മേനാച്ചേരി പിതാവ് അയച്ചുകൊടുത്ത മാമോദീസായുടെയും സ്ഥൈര്യലേപനത്തിൻ്റെയും സുറിയാനി തർജ്ജമ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ ആർക്കീവ്സിൽ ഭദ്രമായി ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. മെഡ്ലിക്കോട്ട് പിതാവ് സ്ഥാപിച്ച ബലവത്തായ അടിസ്ഥാനത്തിൽ നിന്നും തൃശൂർ വികാരിയത്തിനെ പണിതുയർത്തുക എന്നതായിരുന്നു മേനാച്ചേരി പിതാവിൻ്റെ ദൗത്യം. മെഡ്ലിക്കോട്ട് പിതാവ് പോകുമ്പോൾ തൃശൂർ ബിഷപ്പ് ഹൗസിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായിരുന്നു.
മേൽക്കൂര പണിയാൻ പണമില്ലാത്തതിനാൽ ഓലമേഞ്ഞതായിരുന്നു. സെൻറ് തോമസ് കോളേജ് പണിയാനുള്ള സ്ഥലം വാങ്ങിച്ചിരുന്നു. അതിൻ്റെ പ്ലാൻ വരച്ചിരുന്നു. പണിയാൻ പണമുണ്ടായിരുന്നില്ല. ഈ രണ്ടു കാര്യങ്ങൾക്കും പണം കണ്ടെത്താൻ വേണ്ടിയാണ് മെഡ്ലിക്കോട്ട് പിതാവ് തൻ്റെ കൂടെ റോമിൽ പഠിച്ച അമേരിക്കയിലെ മെത്രാന്മാരെയും മറ്റുള്ളവരെയും സന്ദർശിക്കാൻ പോയത്. ചിക്കാഗോയിൽ വെച്ചാണ് അദ്ദേഹം അറിയുന്നത് തൻ്റെ സെക്രട്ടറി തൃശ്ശൂരിൻ്റെ മെത്രാനായി എന്ന്. മേനാച്ചേരി പിതാവ് ചാർജ് എടുത്ത ഉടനെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന 2 വെല്ലുവിളികൾ ബിഷപ്സ് ഹൗസിൻ്റെ പണി പൂർത്തിയാക്കുകയും സെയിൻറ് തോമസ് കോളേജ് പണിയുകയും ആയിരുന്നു. ഇതിനായി റോമിലേക്ക് സഹായം അപേക്ഷിച്ചുവെങ്കിലും കാര്യമായ സഹായങ്ങൾ ലഭിച്ചില്ല. 1897 തന്നെ ബിഷപ്സ് ഹൗസിൻ്റെ പണി പൂർത്തിയായി. അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ റോമിലേക്ക് അയച്ച റിപ്പോർട്ട് പ്രകാരം അന്നത്തെ തൃശ്ശൂർ വികാരിയത്തിൽ 62 പള്ളികളും 13 ചാപ്പലുകളും 64,187 കത്തോലിക്കരും 79 വൈദികരും ഉണ്ടായിരുന്നു. മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ ഏറ്റവും ശ്രദ്ധ പതിഞ്ഞ മേഖലയായിരുന്നു വൈദിക പരിശീലനവും വൈദികരുടെ തുടർ പരിശീലനവും. അതിനായി 1888 തന്നെ എൽത്തുരുത്ത് കൊവേന്തയിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിക്കുകയും 1889 സെയിൻറ് തോമസ് കോളേജ് സ്ഥാപിക്കുകയും ഈ വൈദിക വിദ്യാർത്ഥികളെ തൃശ്ശൂരിൽ നിന്നും താൻ താമസിക്കുന്നതിനടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. സെയിൻറ് തോമസ് കോളേജ് വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ബോർഡിംഗ് സ്കൂൾ മാത്രമായിരുന്നു ആരംഭത്തിൽ. അതിനോട് ചേർന്ന് വൈദിക വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വേണ്ടി ഒരു സെയിൻറ് തോമസ് ഡേ സ്കൂൾ ആരംഭിച്ചു. വൈദികരുടെ തുടർ പരിശീലനത്തിനായി ഒരു ബോർഡ് എക്സാമിനേഷനെ നിയമിച്ചു. വൈദികരുടെ വാർഷിക ധ്യാനത്തോടനുബന്ധിച്ച് മുൻപേ അറിയിച്ച വിഷയങ്ങളിൽ വൈദികർക്ക് പരീക്ഷകൾ നടത്തി. മേനാച്ചേരി പിതാവ് ഈ പതിവ് തുടർന്നു. മോറൽ തിയോളജിയും ഡോഗ്മാറ്റിക് തിയോളജിക്കും പുറമെ സുറിയാനി ഭാഷ പരീക്ഷ കൂടി ഉൾപ്പെടുത്തി. വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും കൂടുതൽ ഭംഗിയായി അർപ്പിക്കുന്നതിന് സുറിയാനി ഭാഷാ വൈദികർ നന്നായി പഠിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. 1904 ജൂൺ 4 മേനാച്ചേരി പിതാവ് എല്ലാ പള്ളികളിലേക്കും ഒരു സർക്കുലർ അയച്ചു. എൽത്തുരുത്തിലെ കർമ്മലീത്ത സന്യാസിമാരെ കുറച്ചുപേരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് വികാരിയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരിപ്പിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കുവാനും ആഗ്രഹിക്കുന്നു. ഇതിനായി തൃശ്ശൂർ വികാരിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള തോപ്പ് എസ്റ്റേറ്റിൽ ഒരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. അതിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവന നൽകണം. ഈ സർക്കുലർ പ്രകാരം ശേഖരിച്ച 4000 രൂപ കൊണ്ട് തോപ്പ് എസ്റ്റേറ്റിൽ ഡിസംബർ മാസമാകുമ്പോഴേക്കും ഒരു കെട്ടിടം പണി കഴിപ്പിച്ചു. കർമ്മലീത്ത സന്യാസിമാരുടെ പ്രിയോർ ജനറലിനോട് ഏതാനും സന്യാസികളെ അയച്ച് തൃശ്ശൂരിൽ കൊവേന്ത തുടങ്ങാൻ നിർദ്ദേശിച്ചു. 1-2 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ മേനാച്ചേരി പിതാവ് അപ്പസ്തോലിക് ഡെലിഗേറ്റിനെ എഴുതി. അദ്ദേഹം ചോദിച്ചപ്പോൾ തൃശ്ശൂരിൽ പുതിയ കൊവേന്ത ഉടനെ തുടങ്ങാൻ അവർക്ക് സാധിക്കില്ല എന്ന മറുപടി ലഭിച്ചു. ഡെലഗേറ്റ് അത് മേനാച്ചേരി പിതാവിനെ അറിയിച്ചു. 1906 വരെയുള്ള തൃശ്ശൂർ വികാരിയത്തിൻ്റെ ഡയറക്ടറിയിൽ പണിതുകൊണ്ടിരുന്ന കൊവേന്ത എന്നാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1907 സെപ്റ്റംബറിൽ ഇത് സെയിൻറ് മേരീസ് പെറ്റിറ്റ് സെമിനാരി എന്ന പേരിൽ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 8ാം ഇടത്തിന് വെഞ്ചരിച്ചു. ഫാദർ പീറ്റർ വടക്കൂട്ടിനെ സെമിനാരിയുടെ ആദ്യത്തെ റെക്ടറായി നിയമിച്ചു. പിന്നീട് 1 നൂറ്റാണ്ടോളം വൈദിക പരിശീലനത്തിൻ്റെ ഈറ്റില്ലമായി മാറി ഈ തോപ്പ് സെമിനാരി. മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്ന സെയിൻറ് തോമസ് കോളേജിൻ്റെ പണി പൂർത്തീകരണത്തിനായി റോമിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ലഭിക്കാതെ വന്നപ്പോൾ കൊച്ചി സർക്കാരിൽ നിന്നും 10,000 രൂപ പലിശരഹിത വായ്പയ്ക്കായി അപേക്ഷിച്ചു. അത് ലഭിച്ചോ എന്ന് വ്യക്തമല്ല. 30,000 രൂപ ചെലവ് വരുന്ന വലിയ പദ്ധതിയായി ഉദാരമായി സംഭാവന ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇടവകകളിലേക്ക് സർക്കുലർ വീണ്ടും അയച്ചു. സമ്പന്നരായ വ്യക്തികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ച് അവരെ കോളേജിൻ്റെ ഉപകാരികൾ ആക്കിക്കൊണ്ട് പണം ശേഖരിക്കാനും ശ്രമിച്ചു. 1901 അവസാനത്തോടെ തന്നെ സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇതോടെ പൂർണ്ണസജ്ജമായ ഒരു സെക്കൻഡറി സ്കൂളായി സെയിൻറ് തോമസ് സ്കൂൾ വളർന്നു. പിന്നീട് 1904 ഹൈസ്കൂളായും 1919 മേനാച്ചേരി പിതാവിൻ്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് 1919 ഏപ്രിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജായി സെയിൻറ് തോമസ് ഉയർന്നു. തൃശ്ശൂർ വികാരിയത്തിൽ 3 സന്യാസിനി സമൂഹങ്ങൾ ആരംഭിക്കുന്നത് മേനാച്ചേരി പിതാവിൻ്റെ കാലത്താണ്. CMC കോൺഗ്രിഗേഷനും FCC കോൺഗ്രിഗേഷനും ഹോളി ഫാമിലി കോൺഗ്രിഗേഷനും.
മേലൂസ് ശീസ്മയിൽപ്പെട്ട് വിഘടിച്ചു നിന്നിരുന്നവരെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കാൻ കർശനമായ നിയമങ്ങൾ മെഡ്ലിക്കോട്ട് പിതാവ് നിശ്ചയിച്ചിരുന്നു. അതിൽ അയവ് വരുത്തി വലിയ കാരുണ്യത്തോടെ അവരെ സ്വീകരിക്കാൻ മേനാച്ചേരി പിതാവ് വൈദികരെ ഉപദേശിച്ചു. ഇത് കുറേ പേരുടെ കത്തോലിക്ക സഭയിലേക്കുള്ള തിരിച്ചുവരവിന് കാരണമായി. കൊട്ടേക്കാട്, അരണാട്ടുകര, പാലയൂർ എന്ന ഇടവകകളിൽ ശീസ്മക്കാരായി വിഘടിച്ചു നിന്നിരുന്ന ധാരാളം പേർ മാതൃസഭയിലേക്ക് തിരിച്ചു വന്ന ഒരു ഇടവകയായി മാറി. 1897 ഫെബ്രുവരിയിൽ മേനാച്ചേരി പിതാവിന് ബാഗ്ദാദിൽ നിന്നും ഫാദർ ജോസഫ് സ്റ്റെഫോയുടെ ഒരു എഴുത്ത് ലഭിച്ചു. എഴുത്തിൽ തൃശൂർ വികാരിയത്തിൻ്റെ ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ ആയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും മേനാച്ചേരി പിതാവിന് സമ്മതമാണെങ്കിൽ കാൽഡിയൻ കത്തോലിക്ക പാത്രിയാർക്കീസിന് നേരിട്ട് അഭിനന്ദിക്കാൻ താൽപ്പര്യമുണ്ട് എന്നും തുടർന്ന് താങ്കളുമായി ബന്ധം തുടരാൻ ആഗ്രഹമുണ്ട് എന്നും എഴുതിയിരുന്നു. തീക്ഷ്ണമതിയായ ഏതോ കാൽഡിയൻ വൈദികന്റെ എഴുത്തായി മേനാച്ചേരി പിതാവ് അതിനെ അവഗണിച്ചു. ജൂലൈയിൽ വീണ്ടും സ്റ്റെഫോയുടെ എഴുത്ത് ലഭിച്ചു. നീണ്ട ആ എഴുത്തിൽ കാൽഡിയൻ ലിറ്റർജി പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സീറോ മലബാർ സഭയുടെ കാര്യത്തിൽ റോമെടുത്ത തീരുമാനത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതും ആയിരുന്നു. ഈ എഴുത്തുകൾ മേനാച്ചേരി പിതാവ് അപ്പസ്തോലിക് ഡെലഗേറ്റ് വഴി റോമിലേക്ക് അയച്ചു. തുടർന്ന് മേനാച്ചേരി പിതാവ് ഫാദർ സ്റ്റെഫോയ്ക്ക് കൃത്യമായ മറുപടി അയച്ചു. മാർത്തോമ ക്രിസ്ത്യാനികൾ കൽദായ സുറിയാനി സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ തോമാശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ചരിത്രത്തിൽ കൽദായ ലിറ്റർജി ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ കൽദായ സഭയിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് പാരമ്പര്യങ്ങളും ചരിത്രവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് വിലപ്പെട്ട സമയം കളയാതെ താങ്കൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്യുക. മേനാച്ചേരി പിതാവിൻ്റെ സുറിയാനി ഭാഷയിലുള്ള പ്രാവീണ്യവും താൽപ്പര്യവും അറിഞ്ഞായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു കത്തെഴുതിയത്. 1887 തൃശൂർ, കോട്ടയം വികാരിയത്തുകൾ സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ അതിർത്തി ആലുവ പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും എന്ന് മാത്രമേ നിശ്ചയിച്ചിരുന്നുള്ളൂ. പക്ഷേ 1896 സീറോ മലബാർ വികാരിയത്തുകളുടെ അതിർത്തി കൃത്യമായി നിശ്ചയിക്കണമെന്ന് അപ്പസ്തോലിക് ഡെലഗേറ്റ് സലസ്കി നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം തൃശൂർ വികാരിയത്തിൻ്റെ അതിർത്തി വടക്ക് മംഗലാപുരം രൂപതയും കിഴക്ക് കോയമ്പത്തൂർ രൂപതയും തെക്ക് ചാലക്കുടി പുഴയും പടിഞ്ഞാറ് അറബിക്കടലും ആയി നിശ്ചയിക്കപ്പെട്ടു. ഇങ്ങനെ മറ്റു 2 വികാരിയത്തുകൾക്കും അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടു. ഈ അതിർത്തികൾക്ക് പുറത്ത് താമസിക്കുന്ന സീറോ മലബാർ വിശ്വാസികൾ ആ സ്ഥലത്തുള്ള ലത്തീൻ മെത്രാന്മാരുടെ കീഴിലായിരിക്കും എന്നും നിർദ്ദേശിക്കപ്പെട്ടു. ഈ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ആദ്യമുണ്ടായത് തൃശൂർ വികാരിയത്തിൽ മേലാർക്കോട് പള്ളിയുടെ കാര്യത്തിലാണ്. മെഡ്ലിക്കോട്ട് പിതാവിൻ്റെ കാലത്തു തന്നെ കോയമ്പത്തൂർ രൂപതയുടെ അതിർത്തിക്കുള്ളിൽ മേലാർക്കോട് പ്രദേശത്ത് 4 ഗ്രാമങ്ങളിലായി 330 സുറിയാനി കത്തോലിക്ക കുടുംബങ്ങൾ പാർത്തിരുന്നു. അവർ മേലാർക്കോട് ഒരു ചെറിയ പള്ളിയും പണിതിരുന്നു. സുറിയാനി കത്തോലിക്ക വൈദികനായിരുന്നു അവിടുത്തെ വികാരി. 1897 കോയമ്പത്തൂർ മെത്രാൻ ഇതേപ്പറ്റി അപ്പസ്തോലിക ഡെലഗേറ്റിനെ അറിയിച്ചു. അദ്ദേഹം മേലാർക്കോട് പള്ളിയുടെ മേൽ താങ്കൾക്ക് യാതൊരു അധികാരവുമില്ല എന്ന് മേനാച്ചേരി പിതാവിനെ അറിയിച്ചു. ഇതിൻ്റെ പേരിൽ ധാരാളം എഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയുണ്ടായി. റോമിലേക്കും പരാതിപ്പെടുകയുണ്ടായി. അവസാനം 1897 ജൂൺ 15 മേലാർക്കോട് പള്ളി കോയമ്പത്തൂർ രൂപതാ മെത്രാൻ്റെ അധികാര സീമയിലേക്ക് കൈമാറാൻ തീരുമാനമായി. മേനാച്ചേരി പിതാവ് നേരിട്ട് റോമിലേക്ക് പരാതിയുമായി ഒരു നീണ്ട കത്തെഴുതി. റോമിൽ നിന്നും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു മറുപടി വരികയും നേരത്തെ എടുത്ത തീരുമാനം പാലിക്കുവാൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭാ ചരിത്രത്തിൽ 1896 നിലവിൽ വന്ന ഈ അതിർത്തി നിർണയം പലപ്പോഴായി വികസിപ്പിച്ചുവെങ്കിലും ഇന്ത്യ മുഴുവൻ സുവിശേഷവേല ചെയ്യുവാൻ നമുക്ക് അനുവാദം ലഭിച്ചത് 121 വർഷങ്ങൾക്കു ശേഷം 2017 1890 തൃശൂർ ലൂർദ് പള്ളി മെഡ്ലിക്കോട്ട് പിതാവിനെ കൈമാറാൻ വരാപ്പുഴ മെത്രാനോട് റോമിൽ നിന്ന് കൽപ്പിച്ചപ്പോൾ ഒരു നിബന്ധന പറഞ്ഞിരുന്നു. ഏതെങ്കിലും കാലത്ത് കേസ് ജയിച്ച് തൃശൂരിലെ വലിയ പള്ളി സുറിയാനി കത്തോലിക്ക തിരികെ കിട്ടുകയാണെങ്കിൽ ലൂർദ് പള്ളി ലത്തീൻകാർക്ക് കൊടുക്കണമെന്ന്. കേസും 1894 അതിൻ്റെ അപ്പീലും തോറ്റു. പിന്നീട് 1897 അധികാരം ഏറ്റെടുത്തതിനു ശേഷം മേനാച്ചേരി പിതാവ്
അന്നത്തെ സുപ്രീം കോടതിയായിരുന്ന റോയൽ കോർട്ടിൽ അപ്പീൽ നൽകിയിരുന്നു. 1903 അതും സുറായിക്കാർക്ക് അനുകൂലമായി വിധി വന്നു. ഈ സമയം പഴയ വരാപ്പുഴ മെത്രാൻ മാറി പുതിയ മെത്രാൻ നിയമിതനായിരുന്നു. 1904 അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ 1000 രൂപ നഷ്ടപരിഹാരമായി സ്വീകരിച്ച് ലൂർദ് പള്ളിയുടെ പൂർണ്ണ അവകാശം തനിക്ക് നൽകണമെന്ന് മേനാച്ചേരി പിതാവ് അഭ്യർത്ഥിച്ചു. അദ്ദേഹം സമ്മതിച്ചതിന് പ്രകാരം രണ്ടുപേരും ഒന്നിച്ച് റോമിലേക്ക് കത്തയച്ചു. 1905 ജനുവരി 10 10-ാം പിയൂസ് മാർപ്പാപ്പ ഈ തീരുമാനം അംഗീകരിച്ചു. അങ്ങനെ ലൂർദ് പള്ളി പൂർണ്ണമായും തൃശൂർ വികാരിയത്തിന് സ്വന്തമായി. പാവപ്പെട്ട അനാഥരായ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി മേനാച്ചേരി പിതാവ് ബ്രദർ പീറ്ററിൻ്റെ സഹായത്തോടെ തോപ്പ് എസ്റ്റേറ്റിൻ്റെ ഒരു വശത്ത് 1911 മാർച്ച് 19-ാം തീയതി സെയിൻറ്റ് മേരീസ് ഓർഫനേജ് സ്ഥാപിച്ചു. ഒരു നൂറ്റാണ്ടുകാലം നൂറുകണക്കിന് പാവപ്പെട്ടവരായ അനാഥ കുട്ടികൾക്ക് ഈ സ്ഥാപനം അഭയം നൽകി. 1911 മേനാച്ചേരി പിതാവും മാക്കീൽ പിതാവും ഒന്നിച്ച് റോമിലേക്ക് ആദ് ലിമിന സന്ദർശനം നടത്തി. ഈ അവസരത്തിലാണ് ചങ്ങനാശ്ശേരി വികാരിയത്തിലെ ജ്ഞാനായക്കാരുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും അവർക്കായി ഒരു പുതിയ വികാരി സ്ഥാപിക്കപ്പെടുന്നതും. റോമിൽ വെച്ച് മാക്കീൽ പിതാവുമായും മേനാച്ചേരി പിതാവുമായും ഒരുമിച്ചും തനിച്ചും പ്രൊപ്പഗാന്ത ഫീദെ ചർച്ച നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1911 ജ്ഞാനായക്കാർക്കായി ഒരു പുതിയ വികാരിയത്തിന് രൂപം നൽകിയത്. 1919 ഡിസംബർ 19 മേനാച്ചേരി പിതാവ് തൻ്റെ 62-ാം വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അന്ത്യസമ്മാനത്തിനായി യാത്രയായി. തൻ്റെ സമകാലീനായിരുന്ന ലൂയിസ് പഴയപറമ്പിൽ പിതാവിൻ്റെ മരണത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷം മരിക്കുന്ന ദിവസം രാവിലെ സീറോ മലബാർ സഭയിലെ മറ്റ് 3 മെത്രാന്മാർ ചേർന്ന് അദ്ദേഹത്തിന് രോഗീലേപനം നൽകി. തൻ്റെ പ്രയത്നങ്ങളിൽ മിക്കതും ജീവിതകാലത്തു തന്നെ ഫലമണിയുന്നത് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം സ്വർഗത്തിലെ മനോഹരമായ ഒരു പൂവായി വിരിഞ്ഞിട്ട് 2019 ഡിസംബർ 19-ാം തീയതി 100 വർഷം പൂർത്തിയായി. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻഡ് ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻഡ് ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെണ്മ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശൂർ അതിരൂപത.